അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ കുറച്ച് മുമ്പുള്ള ഒരു വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നുന്നുണ്ട് ഒന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എഡിറ്ററെ കിട്ടിയാലോ എന്ന്. അത്രയും വീഡിയോസാണ് എൻ്റെ ഫോണിൽ കിടക്കുന്നത് കേട്ടോ. ഒന്നാമതെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ എടുക്കുന്നതും എഡിറ്റിങ്ങും ഒക്കെ ഈ ഒരു ഫോൺ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടും ഉണ്ട്. കാരണം നമ്മൾ ഡെയിലി 2 വീഡിയോസ് ഇടുന്നത് കൊണ്ട് തന്നെ അതെടുക്കാനും എഡിറ്റ് ചെയ്യാനും തന്നെ ഒരു ടൈം എടുക്കും. അപ്പോൾ അതിനുള്ള കൂടെ ഈ വീഡിയോസും കൂടെ എല്ലാം കൂടെ നടക്കുന്നില്ല കേട്ടോ. അതാ സംഭവം. അപ്പം മെല്ലെ എനിക്കിങ്ങനെ വേഗം തന്നെ ഇടണം എന്നുണ്ട്. നമ്മുടെ ക്രിസ്മസ് ക്രാഫ്റ്റ് ചെയ്തതൊക്കെ ഉണ്ട്, അതിന് പെട്ടെന്ന് തന്നെ ഇടണം എന്നുണ്ട്. ഇൻഷാല്ലാ ഞാൻ മാക്സിമം എനിക്കിന്ന് ഇടാൻ പറ്റുമായിരിക്കും. മീൻസ് ഇന്നല്ല, ഈ ഒരു വീക്ക് തന്നെ ആ വീഡിയോസും കൂടെ കംപ്ലീറ്റ് ചെയ്തിടാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിന്ന് പോകുന്നത് വയനാട്ടിലേക്കാണ് കേട്ടോ. അപ്പം നമ്മളവിടെ ഒരു റിസോർട്ട് എടുത്തതാണ്. ഒരു 40-45 മെമ്പേഴ്സിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ ഒരു റിസോർട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അത്രയും മെമ്പേഴ്സാണ് നമ്മളെല്ലാവരും കൂടെ പോകുന്നത് ഫാമിലിയിൽ, ഇപ്പം നാട്ടിലുള്ളവർ കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഇതാ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം അവിടേക്കുള്ള റോഡ് കുറച്ച് കട്ട് റോഡ് പോകണമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇളകി കളിക്കുന്നതൊക്കെ. അങ്ങനെ ഇതാണ് കേട്ടോ ആ ഒരു റിസോർട്ട്. നമ്മളാണ് ഫസ്റ്റ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. ബാക്കി എല്ലാവരും ഇങ്ങനെ ഓൺ ദി വേ ആണ്. നമ്മളായിരുന്നു ഫസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 12:30 ഒക്കെ ആയപ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് സാറ്റർഡേ ആണ് കേട്ടോ. എന്നിട്ട് നമ്മൾ വരുന്ന വഴി തന്നെയാണ് ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് റോഡ് സൈഡിൽ നിന്ന് കഴിച്ചതാണ് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 3 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് റൂം എടുക്കുന്ന സമയത്ത് നമുക്ക് നോക്കിയിട്ട് എടുക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അങ്ങനെ ആദ്യം തന്നെ നമ്മളൊരു റൂം നമ്മൾ അപ്സ്റ്റെയർ ഉള്ളതുകൊണ്ട് അല്ല ഇങ്ങനെ ഒരു നിലയായിട്ടുള്ള ഇതുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അപ്സ്റ്റെയർ ഉള്ളതാണ് എടുത്തത്. അപ്പം ഞങ്ങൾ നിന്ന റൂമിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പം ഇത്രയും കോട്ടേജ് പോകണുണ്ട് കേട്ടോ അവിടെ ഫുള്ള്. പിന്നെ ഇത് നമ്മുടെ സ്റ്റെയർ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഇതാ അതുപോലെ ഒരു ലിവിങ് ഏരിയ ഉണ്ട്. അതിൻ്റെ തൊട്ട സൈഡിൽ തന്നെ ഡൈനിങ് ടേബിളും ഉണ്ട്. പിന്നെ ഇതാ താഴെ ഇതുപോലെ ഒരു റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും, മുകളിൽ ഇതുപോലെ തന്നെ ഒരു റൂം അറ്റാച്ച്ഡ് ബാത്റൂം. ഇങ്ങനെയാണ് ഒരു അപ്സ്റ്റെയർ കേസിൽ വരുന്നത്. പിന്നെ ഇത് താഴെ ഏരിയ നമ്മൾ മുകളിൽ നിന്ന് നോക്കിയാൽ താഴത്തെ ഒരു സെക്ഷൻ കാണുന്നില്ലേ, ആ ഒരു ഏരിയ ആണ്. പിന്നെ അവിടുന്ന് കാണുന്ന ഒരു വ്യൂ ഒക്കെ ആണ് കേട്ടോ ഇത്. അപ്പോഴേക്കും ഇതാ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുൾ അവിടെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മക്കൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം മക്കളൊക്കെ തന്നെ അതിലൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ നമ്മൾ വലിയവരും കേട്ടോ. പിന്നെ ഊഞ്ഞാലൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലൈറ്റ് പോകുന്നതിന് മുമ്പ് ഫോട്ടോ സെക്ഷൻ പരിപാടി നടത്തണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെ ആണ് കേട്ടോ. ഏകദേശം ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പം ലൈറ്റ് പോകുന്നതിന് മുമ്പ് അതൊക്കെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ചുറ്റി അതിലൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് പോയി. പിന്നെ ഞങ്ങൾ മക്കളെ ഒരു സർപ്രൈസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇവർക്കൊന്നും അറിയണ്ടായിരുന്നില്ല. ഞങ്ങൾ ചെറിയൊരു സർപ്രൈസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും അല്ല കേട്ടോ. അതായത് വലിയപ്പൻ്റെയും വലിയമ്മൻ്റെയും മക്കൾക്കും മരുമക്കൾക്കും, പേരക്കുട്ടികൾക്കൊന്നുമില്ല. പേരക്കുട്ടികളാണിത് അറേഞ്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്തത്. അപ്പം ഇതുപോലുള്ള പരിപാടിയൊക്കെ നടത്താനുള്ള നല്ലൊരു സൗകര്യമൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഓരോരുത്തരുടെ വക കലാപരിപാടികളും. പിന്നെ ഇതിലൊക്കെ ഓരോരുത്തർ ഓരോ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട് ഞാൻ കുറേ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മക്കൾക്കൊക്കെ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാനിതിൽ ഒക്കെ മ്യൂട്ട് ചെയ്തതാണ്. നമ്മൾ ഇതുപോലൊരു ഫാമിലി ടൂർ അല്ലെങ്കിൽ ഫാമിലി മീറ്റൊക്കെ ഇടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വൈബ് തന്നെ കിട്ടും കേട്ടോ നമുക്ക് ഫാമിലിയിൽ. ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് എപ്പോഴും തോന്നാറുണ്ട്.
പിന്നെ ഈ ഒരു ട്രിപ്പ് എന്ന് വെച്ചാൽ എല്ലാവരും ഓരോരുത്തരുടെ സ്വന്തം വണ്ടി എടുത്തിട്ടാണ് കേട്ടോ വന്നത്. കുറച്ച് ആൾക്കാരൊക്കെ ചെറിയ തിരക്ക് കാരണമൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെയാണ് എത്തിയത്. അപ്പോൾ എല്ലാവരും എത്തിയതിന് ശേഷമാണ് നമ്മുടെ ആ ഒരു സർപ്രൈസ് പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഇത് അതുപോലെ കുട്ടികളുടെ നമ്മുടെ കസേരക്കളിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒക്കെ ഞാൻ മ്യൂട്ട് ചെയ്തതാട്ടോ, സോങ് അറിയാമല്ലോ. അപ്പം കുട്ടികൾക്ക് മാത്രമല്ല, നമ്മുടെ ലേഡീസ് മാത്രമായിട്ട് പിന്നെ ബോയ്സ് മാത്രമായിട്ട് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊരു മൊമെന്റ്സ് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും. പിന്നെ കുട്ടികളാവുമ്പം അവർ ഈ കസേരക്കളി ഇങ്ങനെ പുറത്തായി നിൽക്കുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജയിച്ചതാണെന്നുള്ള മട്ടിൽ ഓരോരുത്തർ ഔട്ടാകുമ്പോഴും അവർക്ക് നമ്മൾ ചോക്ലേറ്റ്സ് ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും ഒന്നും ഇല്ലില്ല കേട്ടോ, നാട്ടിലുള്ളവരാണുള്ളത്. കുറേ ആൾക്കാർ നാട്ടിലില്ലാത്തവരുണ്ട്. കഴിഞ്ഞ ഇതുപോലൊരു ഫാമിലി മീറ്റ് പോകണം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. അന്നെനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഫാമിലി ട്രിപ്പാണ് പ്ലാൻ ചെയ്തെങ്കിലും അവിടെ പോയിട്ട് നമ്മളൊരു ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ പോലെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ മെയിനായിട്ട് ഞങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങെന്ന് പറഞ്ഞാൽ, കല്യാണം കഴിഞ്ഞാൽ ആരെങ്കിലും കല്യാണം കഴിഞ്ഞാൽ ആ കല്യാണം കഴിഞ്ഞ ആളെ വക ഒരു ചിലവ് പോകണം, അതുപോലൊരു ഫാമിലി ട്രിപ്പ് എല്ലാവർക്കും കൂടെ. പക്ഷേ എക്സ്പെൻസ് ഒരെടുക്കൊന്നുമില്ല കേട്ടോ, നമ്മൾ ആ ഒരു പേരും പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ പോവാറുള്ളത്. ഇതിപ്പം എൻ്റെ ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പേരിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതിലുള്ള ഗിഫ്റ്റൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ സോപ്പ് പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിപ്പോൾ നമ്മുടെ ബോയ്സിൻ്റെ വക ഉള്ളതാണ്. ഓരോ സത്യം പറഞ്ഞാൽ ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഭയങ്കര ട്രോളിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണ് കളിക്കേണ്ടതെന്നൊക്കെ എന്ന് വെച്ചാൽ. പക്ഷേ ഒരു ഭയങ്കര ഞങ്ങളെക്കാട്ട് വലിയ കോമഡി ആയിരുന്നു. സത്യം പറഞ്ഞാൽ വീഡിയോസൊക്കെ കാണുമ്പോൾ ആ പാട്ടും കൂടെ വെക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക. പക്ഷേ എന്താ ചെയ്യാനാ, കോപ്പിറൈറ്റ് കാരണം നോ വേ. അങ്ങനെ ഇതാണ് കേട്ടോ എല്ലാവർക്കും ഉള്ളൊരു സർപ്രൈസ്. അതായത് മക്കൾക്കും മരിയക്കും നമ്മൾ, അതായത് എൻ്റെ അമ്മമാരും അമ്മായി മൂത്തമ്മമാർ. എൻ്റെ ഉമ്മയാണ് ഏറ്റവും ഇളയത് കേട്ടോ. അത് എൻ്റെ ഉമ്മൻ്റെ ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവർക്കും ഒരു മൊമെൻറ്റും പോലെ ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു ഫോട്ടോസ് വെച്ച് കൊടുത്തിട്ട് ഫ്രെയിം ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് കേട്ടോ മക്കൾ ആയിട്ട് വരുന്നത്. 9 മക്കളുണ്ടായിരുന്നു, 3 ആൾക്കാർ മരിച്ചുപോയി. അപ്പോൾ എൻ്റെ ഉപ്പയാണ് എല്ലാവർക്കും ഇത് ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഉപ്പനെ വിളിച്ചതാണ്. അപ്പോൾ മൂത്ത ആൾക്കാർ മുതൽ ഇളയത് അങ്ങനെയാണ് ഓർഡറിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് എൻ്റെ മൂത്തമ്മ കേട്ടോ, മൂത്ത ആളാണ്. പിന്നെ മൂത്ത അമ്മോനാണിത്. അങ്ങനെ ഓരോരുത്തർക്ക് ആയിട്ടാണ് കൊടുക്കുന്നുണ്ടായിരുന്നത്. സ്നേഹവും വാത്സല്യവും കിട്ടുന്നത് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഇങ്ങനത്തെ നമ്മളെ കുടുംബം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കാം. പിന്നെ എൻ്റെ എല്ലാവിധ ആശംസകളും ഈ പരിപാടിയിൽ നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.
ഇത് നിങ്ങൾക്ക് തരാൻ തോന്നിയതിൽ വളരെ സന്തോഷം. ഇത് നമ്മളെ കുടുംബം എന്നും നല്ല കെട്ടുറപ്പോട് കൂടി മുന്നോട്ട് പോകട്ടെ. അതേ നമ്മളെല്ലാവരും പ്ലാൻ ചെയ്യാം നാനോട്. ഒക്കെ പോയി അല്ലേ? ഇപ്പൊ ഇവര് നാലാളും മാഷാ അല്ലാഹ് ഇങ്ങനെ ഒരുമേല് നിന്നിട്ടാണ് നമുക്ക് ഇങ്ങനൊക്കെ പോകാൻ കഴിഞ്ഞത് അല്ലേ? ഇപ്പൊ ഇവരെ നാലാളെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മളെ പുള്ളിക്കുത്തുമ്മൽ അമ്മായിക്കാണ് കൊടുക്കുന്നത്. അമ്മായിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിമ്മ ഞാൻ ക്ഷണിക്കാണ്. എന്നാലും ഈ പരിപാടി ഇങ്ങനെ വിജയിപ്പിച്ചതിന് വളരെ സന്തോഷമുണ്ട്. കൈയടിക്കുക കൈയടിക്കുക. എന്താ പറയേണ്ടതെന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷം. സ്വപ്നമായിട്ട് കാണാൻ പറ്റുന്ന എന്താ പറയുക, നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു നേട്ടമാണ് നമ്മളുടെ ഒരാൾ കൈവരിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കുടുംബസംഗമം എന്ന് പറയാൻ ചെറിയൊരു ഒരുമിച്ച് കൂടും. അപ്പൊ എന്തായാലും നമ്മൾ അവരെന്ത് ചെയ്യണം, അവരെ നമ്മളെന്താക്കണം, ചെറിയൊരു സന്തോഷം കൊടുക്കണ്ടേ? കൊടുത്താലേ നമ്മൾ വരും തലമുറ എന്ത് ചെയ്യും, അവർക്കൊരു പ്രചോദനമാവല്ലേ അല്ലേ? കാരണം കിട്ടാൻ വിചാരിച്ച ചില്ലറ പണിയല്ല. ഒരു കോച്ചിങ്ങിനും വേറെ ഒന്നിനും പോവാണ്ടാണോ NIT അഡ്മിഷൻ കിട്ടിയത്. അത് ഇങ്ങനെ കുറച്ച് സീറ്റ് മാത്രമുള്ളതിൽ ഫിദക്ക് കിട്ടാന്ന് പറഞ്ഞാൽ അത് വളരെയധികം സംഭവം. നമുക്ക് അഭിമാനമാണ് ഫിദ NIT പഠിക്കാന്ന് പറഞ്ഞാൽ അല്ലേ? കുറഞ്ഞ ആൾക്കാർക്ക് കിട്ടുന്ന ഇതിലുള്ള ഒരു ഭാഗ്യമാണ് ഫിദക്ക് കിട്ടിയത്. ഫിദ എന്ന് പറഞ്ഞാൽ വളരെ സിംപ്ലിസിറ്റിന്റെ അങ്ങേയറ്റം ചെറിയ മോന്റെ അതേപോലെ തന്നെ ഉള്ളതാണ് ഫിദ അല്ലേ? നമ്മളോട് പെട്ടെന്ന് കൂട്ടുകൂടി നമ്മളിൽ വരുന്ന ചെറിയൊരു സമ്മാനം ഉണ്ട്. നമ്മൾ കൊടുക്കാൻ വെള്ളാച്ചിയിൽ അസീസ് കാക്കിനെ പുള്ളിക്കുന്നുമലക്കാക്കിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. മാഷാഅല്ലാ മാഷാഅല്ലാ. സങ്കടാണ് ഗൈസ്. ആശ്രയിക്കാതെ സ്വന്തം കഴിവുകൊണ്ട് നേടിയെടുത്തതാണ് അല്ലേ? ഇപ്പൊ നമുക്ക് നമ്മളെ എറവന്നൂര് ജാനപ്പന്നൂര് വേദിയിലേക്ക് ഒരേ ഒരു പല്ല് ഡോക്ടർ ഫസ്റ്റ് പല്ല് ഡോക്ടർ പല്ലുവേദന വന്നാൽ എല്ലാവരും പൊന്നൂര് ആശ്രയിക്കുക. ഫ്രീ ആയിരിക്കും, ഫ്രീ കൺസൾട്ടേഷൻ. ഒരുപാട് മെഡിക്കുകൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർക്കെല്ലാം കുറേ മൊമെന്റോസ് എല്ലാം കൊടുത്തു അല്ലേ? പക്ഷെ നമ്മുടെ എല്ലാ ഇതിനും പിന്നിൽ ശരിക്കും ബാക്ക് ബോൺ ആയിട്ട് എല്ലാവരെയും സന്തോഷമാണെങ്കിലും എല്ലാം തന്നെ സ്വന്തം സന്തോഷം പോലെ അല്ലെങ്കിൽ അത്രയും ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരാളുണ്ട് നമ്മുടെ ഫാമിലിയിൽ അല്ലേ? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? നമ്മളെ കുഞ്ഞോ ശരിക്കും ഞാൻ പറയണം, അവളെ മനസ്സിന്റെ വലുപ്പമാണ് അവളിപ്പം ശരിക്കും നമ്മുടെ മനസ്സിലാവുള്ളത്. അപ്പൊ അവൾക്ക് നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുക്കണ്ടേ? വ്യക്തിക്കാണെങ്കിലും എല്ലാവർക്കാണെങ്കിലും ഓളെന്ന് പറഞ്ഞാൽ അത്രയും സ്പെഷ്യൽ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ ഒരു മൊമെന്റോ കൊടുക്കാണ്. രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞത് ക്ഷണിച്ച സംഘാടകർ ഇങ്ങനൊരു കുടുംബസംഗമം ഇവിടെ ഒരുമിച്ച് കൂട്ടാൻ ഏറെ പ്രയത്നിച്ച ആളാണ് നമ്മൾ
നമ്മളെ ചിന്നു പോകുന്നതിൻ്റെ മുമ്പായിട്ട് ഇത് നടത്തണമെന്ന് ഞാനൊരു ദിവസം രാത്രി കിടക്കുമ്പോൾ വീട്ടിൽ നിന്ന് കാണുന്നുണ്ട് ഓരോ മെസ്സേജുകളും. അപ്പോൾ ഇതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് അവർ പരിശ്രമിച്ചിട്ടുണ്ട്. ഇത്തരം മൊമെന്റുകൾ സമ്മാനിക്കാനും ഒരു ഭക്ഷണങ്ങൾ പ്രിപ്പറേഷൻ നിസാർക്ക വളരെയധികം ഹാർഡ് വർക്ക് എടുത്തിട്ടാണ് നമുക്ക് ഇന്നേക്കുള്ള രാത്രിയത്തേക്കുള്ള ഫുഡ് തയ്യാറാക്കുന്നത്. ലോകത്തിൻ്റെ ഏറ്റവും കെട്ടുറപ്പായിട്ടുള്ള നിങ്ങൾക്കൊരു ഭാഗ്യമാണ്. ഇത് പറയുമ്പോൾ തന്നെ എനിക്കൊരു കാണുന്നറിയുന്നുണ്ട്. പുലിക്കുന്നൊരു കാക്കനെ ഞാൻ എത്ര അഭിനന്ദിച്ചാലും അതൊരു ബാക്ക് ബോണാണ്, പില്ലറാണ്. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ദീർഘായുസ് കൊടുക്കാൻ പ്രാർത്ഥിക്കുക. വളരെ സന്തോഷം. അങ്ങനെ ഇത് ഇപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അന്ന് ചെറിയൊരു സർപ്രൈസും കൂടെ ഉണ്ടായിരുന്നു. അന്നായിരുന്നു ഒരു കസിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി കേട്ടോ. അപ്പം ഇത് സർപ്രൈസ് ആയിട്ട് ഇവർ രാവിലെ പോയിട്ട് കേക്കൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ സർപ്രൈസ് ആയിട്ട് തന്നെയാണ് ഇത് കൊടുത്തതും കട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നാണ് നമ്മൾ അതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൂൾ ഏരിയയിലേക്ക് പോയത് കേട്ടോ. അത് മുകളിലാണ് വരുന്നത്. അങ്ങനെ ആ ഒരു സമയത്ത് എന്താ വെച്ചാൽ ഈ ഒരു അമീബിക് ആ ഒരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും പേടി ഉണ്ടായിരുന്നു കേട്ടോ ഇതിലേക്ക് കയറി. പിന്നെ അവർ ഫിൽറ്റർ ചെയ്ത് ഫുള്ള് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നമ്മളിതിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നാണെങ്കിൽ അവിടെ വേറെ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല റിസോർട്ടിൽ. ഒരു 1-2 ഫാമിലീസ് മാത്രമേ വേറെ പുറത്തുള്ളവരുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഫുള്ള് ഞങ്ങൾ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ബുക്ക് ചെയ്തതാണ്. ആ ഒരു സമയത്താണ് ഇവിടെ വേറൊരു സംഭവം ഉണ്ടായത് കേട്ടോ. ഈ കാറിൻ്റെ കീ അതിൻ്റെ ഉള്ളിലായിപ്പോയി. കാറിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ എല്ലാം കൂടെ എല്ലാവരും ഓരോന്ന് ട്രൈ ചെയ്ത് അങ്ങനെ എല്ലാം കൂടെ ആയി. അങ്ങനെ പിന്നെ നമ്മുടെ അളിയന് ഫസിക്കാണ് കേട്ടോ അത് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്, കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കീ കിട്ടിയതില്ലേ സന്തോഷത്തിൽ ഗിഫ്റ്റൊക്കെ കൊടുത്ത് എല്ലാവർക്കും സമാധാനമായിട്ടോ. അത് നമ്മൾ പോകാനൊക്കെ ഒരുങ്ങുന്ന ആ ഒരു സമയത്തൊക്കെയാണ് ഈ സംഭവം നടക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ വേറൊരു വിശേഷം കൂടെ അന്നുണ്ടായെന്ന് വെച്ചാൽ എൻ്റെ കസിൻ്റെ അതായത് മുത്തമ്മൻ്റെ മോൻ്റെ മോളുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനും ഒരു കേക്ക് പിന്നെ കട്ട് ചെയ്തു.
പിന്നെ ഈ റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് പഴയ ഒരു റിസോർട്ടായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള കേട്ടോ അവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പം. പിന്നെ കുറച്ച് 1-2 അവിടെ ക്ലീനിങ് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ വന്ന് ക്ലീൻ ചെയ്തു, പക്ഷേ അത് എന്നാലും അങ്ങനെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ചില്ലറ ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമുക്കിതുപോലെ ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഗെറ്റ് ടുഗദർ അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു പ്ലേസായിട്ട് അങ്ങനെ എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നമ്മളൊരു 100% നമുക്ക് അടുത്ത് ഇത് പറയാൻ പറ്റില്ല. പക്ഷെ അവരത് മുമ്പോട്ട് അവർ ക്ലിയർ ചെയ്യട്ടെ. അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോവാണ്. അപ്പോഴാണ് പെട്ടെന്നുണ്ടായ നമ്മളുടെ എല്ലാവരുടെയും ഒരു പ്ലാനായിരുന്നു കേട്ടോ. നമ്മൾ അന്ന് ആ ഒരു സമയത്ത് നമ്മുടെ സൺഫ്ലവറിൻ്റെ ആ ഒരു സീസണൊക്കെ ആയിരുന്നു. അപ്പം അത് കാണാൻ പോവാം ഗുണ്ടൽപേട്ടയ്ക്ക് എന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനെ 1-2 കാറ് നേരെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു. ഞങ്ങൾ കുറച്ച് ആൾക്കാർ നേരെ തിരിച്ച് ഗുണ്ടൽപേട്ടയ്ക്കും. അതായിരുന്നു നെക്സ്റ്റ് എപ്പിസോഡ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ എഡിറ്റ് ചെയ്തിടാൻ പറ്റുമെന്ന് എനിക്ക് ഓർമ്മയില്ല, കാരണം ഇപ്പം നമ്മുടെ ക്രിസ്മസ് സീരീസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ കുറേ ഇടാനുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.